ഓൺലൈനിലായിട്ട് ദേ കുറച്ച് 10 മണിയുടെ കട്ടിങ്ങുകൾ വാങ്ങിയതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഈ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇരുന്ന ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മൾ 10 മണി വാങ്ങിയത്. നമ്മൾ പോസ്റ്റൽ വഴിയായിട്ടോ വാങ്ങിയത്. സ്പീഡ് പോസ്റ്റ് വഴി നമുക്ക് പിറ്റേ ദിവസം തന്നെ എന്തായാലും കട്ടിങ്ങുകൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. എപ്പോഴായാലും നമ്മൾ ഓൺലൈനിൽ എന്ത് സാധനം ഓർഡർ ചെയ്താലും ഇന്നതാ എന്നറിഞ്ഞാൽ നമുക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് പൊട്ടിച്ച് അതെങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയാണല്ലേ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 10 മണിയുടെ കട്ടിങ്. എല്ലാം കളറെല്ലാം തിരിച്ച് ഇതുപോലെ സെപ്പറേറ്റ് ഇങ്ങനെ റബ്ബർ ബാൻഡ് എല്ലാം ഇട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൽ 2 കളർ വീതമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ലീഫിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഒരു വാട്ടവും ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇനം തിരിച്ച് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് നടാൻ വേണ്ടി പോകുന്നത് ചുമ്മാ സാധാ മണ്ണിലാണ് കേട്ടോ, വളമൊന്നും ചേർക്കാത്ത സാധാ മണ്ണിൽ ഇത് നടാൻ വേണ്ടി പോവുകയാണ്. ഇതിന് നട്ട് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ 10 മണികളെല്ലാം നിൽപ്പുണ്ട്. വെയിലുള്ള ദിവസമൊക്കെ നമ്മൾ വെയിൽ കൊള്ളിക്കും കേട്ടോ. മഴ നനയാതെയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. മഴ നനയാതെയാണ് കേട്ടോ നമ്മുടെ 10 മണി വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് 10 മണി വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളത് മഴ നനയാതെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതിലാണ് കാര്യം. എന്നിട്ട് വെയിൽ വരുമ്പോൾ വെയിലും കൂടെ കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ 10 മണി വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക. അപ്പം നമ്മുടെ 10 മണി എന്തായാലും ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഇതുപോലൊരു ചെറിയൊരു മാടം സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ 10 മണി വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ഐഡിയയിൽ ഞാൻ തീർത്ത കുഞ്ഞു മാടം.